അപ്പോൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് എൻ്റെ വണ്ടിയിൽ പെട്രോളിൽ ഓടിക്കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും. സോ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് നാളായി ഞാൻ ലോങ് പോയിട്ട് അപ്പോൾ വിചാരിച്ചു എന്തായാലും ഒന്ന് ലോങ് പോകാം. സോ എനിക്കൊന്ന് മാവേലിക്കര വരെ പോകണം എന്നുണ്ടായിരുന്നു. സോ ഞാൻ രാവിലെ 5 മണിയൊക്കെ ആയപ്പോൾ വണ്ടി എടുത്ത് ഇറങ്ങി. കാരണം എനിക്ക് രാവിലെ എൻ്റെ കുടുംബക്ഷേത്രത്തിലും പോകണമായിരുന്നു. അപ്പോൾ രാവിലെ എന്തായാലും വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കുടുംബക്ഷേത്രത്തിൽ പോയൊന്ന് തൊഴുതു. അവിടെ തൊഴുതിട്ട് ഒരു 7 മണി കഴിഞ്ഞപ്പോൾ ഒരു 7 മണി വരെ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നു. എന്നിട്ട് ഒരു 7 മണി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് ഈ പറയുന്ന മാവേലിക്കരയിലോട്ട് യാത്ര തിരിച്ചു. അതായത് എൻ്റെ വീട് തിരുവനന്തപുരമാണ്, കുടുംബക്ഷേത്രം വന്നിട്ട് തിരുവല്ലമാണ്. സോ അവിടെ നിന്ന് മാവേലിക്കരയിലോട്ട് യാത്ര എന്ന് പറയുന്നത് ഏകദേശം 123 കിലോമീറ്റർ അടുപ്പിച്ച് വരും. സോ എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ 19,227 സോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പെട്രോൾ മോഡ് ഓണാക്കിയിട്ടാണ് പോയത്. പിന്നെ എൻ്റെ വണ്ടിയിൽ CNG ഇല്ലായിരുന്നു. പിന്നെ പതുക്കെ പോയിട്ട് ഞാൻ CNG അടിച്ചു, എന്നിട്ട് യാത്ര തിരിച്ചു. സോ യാത്ര തിരിച്ചു ഏകദേശം 19,309 ആയപ്പോൾ ടോട്ടൽ ഡ്രെയിനായി. പെട്രോൾ തീർന്നു നിന്നു. പെട്രോളിലിട്ട് മാത്രമേ ഓടിയിട്ടുള്ളൂ, CNGയിൽ ഓടിയിട്ടില്ല. സോ പെട്രോൾ കംപ്ലീറ്റ് തീർന്നു. വണ്ടി മറ്റേ ഇടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ഞാൻ പെട്രോൾ കുപ്പിയിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലായിരുന്നെങ്കിൽ എനിക്ക് പണി കിട്ടും. സോ CNG മാത്രം വെച്ച് ഓടാൻ പറ്റത്തില്ല, കുറച്ച് പെട്രോൾ ആവശ്യമുണ്ട് വണ്ടിയിൽ. അതുകൊണ്ട് 1 ലിറ്റർ വാങ്ങിച്ച് വെച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഓടി. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് 94 കിലോമീറ്ററാണ് 2 ലിറ്റർ പെട്രോളിൽ കിട്ടിയിട്ടുള്ളത്. സോ ഈ 94 എന്ന് പറയുന്നത് നമ്മൾ പതുക്കെ പോയിട്ടല്ല, ഈ കമ്പനി പറയുന്ന 65. സോ എൻ്റെ അഭിപ്രായത്തിൽ ഉറപ്പായിട്ടും ഒരു 55 കിലോമീറ്റർ കൂടുതൽ കിട്ടും മൈലേജ്. കാരണം കമ്പനി പറയുന്ന ആ ഒരു ലെവലിൽ നമ്മൾ നോർമലായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ, പിന്നെ NH ഒക്കെ അല്ലേ, നമുക്ക് അത്യാവശ്യം 60-65 ആ റേഞ്ചിലൊക്കെ നമ്മൾ പോകും. സോ ചിലപ്പോൾ 70 എടുക്കും, ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമ്മുടെ ഓരോ മൂഡ് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ 50 താഴെ ആയിരിക്കും പോകുന്നത്. അത് ആ ഒരു റേഞ്ചിൽ നമ്മൾ പോകുന്നതുകൊണ്ടാണ്. സോ മാന്യമായ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 55 കിലോമീറ്ററിന് മുകളിൽ കിട്ടും. പിന്നെ വണ്ടി നല്ല കണ്ടീഷൻ ആയിരിക്കണം. സോ എൻ്റെ വണ്ടി അത്യാവശ്യം നല്ല കണ്ടീഷനാണ്. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പോയതുകൊണ്ടാണ്. പിന്നെ രാവിലെ അറിയാമല്ലോ, ട്രാഫിക്കൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ലോങ് പോയതുകൊണ്ട് എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടി. അപ്പോൾ എനിവേ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഡൗട്ട് മാറിയെന്ന് വിശ്വസിക്കുന്നു. 55 ഉറപ്പായിട്ടും കിട്ടും. 50 ഷുവർ ഷോട്ടാണ് ഈ വണ്ടിയിൽ.